കഥാകഥനസാഗരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സാഹിത്യ ലോകത്ത് ഭാവനയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കഥാകാരനാണ് ഓസ്കാർ വൈൽഡ്. ഭാവനയുടെ സൃഷ്ടികൾ എപ്പോഴും അതീവ മധുരമുള്ളവയാണ്. ഓസ്കാർ വൈൽഡ് കഥകൾ ലോകത്തെ ത്രസിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇന്ന് ഓസ്കാർ വൈൽഡിൻ്റെ രാപ്പാടിയും ചെമ്പനിനീർ പൂവും എന്ന കഥ. ഈ കഥ നിങ്ങളുടെ കണ്ണുകളെ ഈറൻ അണിയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ആ യുവ വിദ്യാർത്ഥി പൂന്തോട്ടത്തിലിരുന്ന് കരയുകയാണ്. ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുചെന്നാൽ എന്നോടൊപ്പം നൃത്തം ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. ആ യുവ വിദ്യാർത്ഥി തേങ്ങി. പക്ഷെ എൻ്റെ പൂന്തോട്ടത്തിൽ ചുവന്ന റോസാപ്പൂവില്ല. ഓക്കുമരത്തിലെ കൂട്ടിലിരുന്ന് രാപ്പാടി അത് കേട്ടു. അവൾ ഇലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി അത്ഭുതം കൂറി. എൻ്റെ പൂന്തോട്ടത്തിൽ ചുവന്ന റോസാപ്പൂവില്ല. അവൻ തേങ്ങി. അവൻ്റെ മനോഹരമായ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഹോ, സന്തോഷം എത്ര ചെറിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജ്ഞാനികൾ എഴുതിയിട്ടുള്ളതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. തത്വചിന്തയുടെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് സ്വന്തമാണ്. പക്ഷേ ഒരു ചുവന്ന റോസാപ്പൂവിൻ്റെ അഭാവം കാരണം എൻ്റെ ജീവിതം ദുരിതപൂർണമായിരിക്കും. ഒടുവിൽ ഇതാ ഒരു യഥാർത്ഥ കാമുകൻ, രാപ്പാടി പറഞ്ഞു. അദ്ദേഹത്തെ എനിക്കറിയില്ല, എന്നാലും രാത്രി തോറും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. രാത്രികളായ രാത്രികളിൽ ഞാൻ നക്ഷത്രങ്ങളോട് അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അവൻ്റെ മുടി ഹയാസിന്ത് പുഷ്പം പോലെ ഇരുണ്ടതാണ്. അവൻ്റെ ചുണ്ടുകൾ അവൻ്റെ ആഗ്രഹത്തിലെ റോസാപ്പൂ പോലെ ചുവന്നിരിക്കുന്നു. എന്നാൽ അഭിനിവേശം അദ്ദേഹത്തിൻ്റെ മുഖത്തെ വിളറിയ ആനക്കൊമ്പ് പോലെയാക്കി. ദുഃഖം സ്ഥായിയായി അവൻ്റെ നെറ്റിയിൽ ഒരു മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. നാളെ രാത്രി രാജകുമാരൻ ഒരു വിരുന്ന് നൽകുന്നു, യുവ വിദ്യാർത്ഥി പറഞ്ഞു. എൻ്റെ സ്നേഹം എൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഞാൻ അവൾക്ക് ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുചെന്നാൽ അവൾ പുലരുവോളം എന്നോടൊപ്പം നൃത്തം ചെയ്യും. ഞാൻ അവൾക്ക് ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുചെന്നാൽ ഞാൻ അവളെ എൻ്റെ കൈകളിൽ പിടിക്കും. അവൾ എൻ്റെ തോളിൽ തലചായ്ക്കും. അവളുടെ കൈ എൻ്റെ കൈയിൽ മുറുകെ പിടിക്കും. പക്ഷേ എൻ്റെ പൂന്തോട്ടത്തിൽ ഒരു ചുവന്ന റോസാപ്പൂവില്ല. അതിനാൽ ഞാൻ ഏകാന്തനായി ഇങ്ങനെ ഇവിടെ ഇരിക്കും. അവൾ എന്നെ കടന്നു പോകും. അവൾ എന്നെ ശ്രദ്ധിക്കില്ല. എൻ്റെ ഹൃദയം തകരും. ഇതാ ഒരു യഥാർത്ഥ കാമുകൻ, രാപ്പാടി പറഞ്ഞു. ഞാൻ എന്തിനെക്കുറിച്ചാണോ പാടുന്നത് അതവനെ കഷ്ടപ്പാടിലാക്കുന്നു. എനിക്ക് സന്തോഷം നൽകുന്നത് അവന് വേദനയാണ്. തീർച്ചയായും സ്നേഹം അത്ഭുതകരമായ ഒരു കാര്യമാണ്. അത് മരതകത്തേക്കാൾ വിലപ്പെട്ടതും മികച്ച രത്നങ്ങളെക്കാൾ പ്രിയപ്പെട്ടതുമാണ്. മുത്തുകൾക്കും മാതള നാരങ്ങകൾക്കും അത് വാങ്ങാൻ കഴിയില്ല. അത് വിപണിയിൽ കിട്ടുകയില്ല. അത് കച്ചവടക്കാരിൽ നിന്ന് വാങ്ങാൻ കഴിയുകയേയില്ല. സ്വർണത്തിനായി പകരം തുലാസിൽ തൂക്കിക്കൊടുക്കാൻ കഴിയില്ല. സംഗീതജ്ഞർ അവരുടെ ഗാലറിയിൽ ഇരുന്ന് അവരവരുടെ തന്ത്രിവാദ്യങ്ങൾ വായിക്കും. എൻ്റെ പ്രണയിനി വീണയുടെയും വയലിൻ്റെയും ശബ്ദത്തിൽ നൃത്തം ചെയ്യും. അവളുടെ കാലുകൾ തറയിൽ തൊടാത്ത വിധം അവൾ വളരെ ലഘുവായി നൃത്തം ചെയ്യും. അവരുടെ ആഡംബര വസ്ത്രങ്ങളണിഞ്ഞ കൊട്ടാരക്കാർ അവരുടെ ചുറ്റും തടിച്ചുകൂടും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അവൾ ശ്രദ്ധിക്കുകയേയില്ല. എന്നോടൊപ്പം അവൾ നൃത്തം ചെയ്യില്ല. കാരണം അവൾക്ക് നൽകാൻ എൻ്റെ പക്കൽ ചുവന്ന റോസാപ്പൂ ഇല്ലല്ലോ. അവൻ പുൽത്തകിടിയിലേക്ക് വീണു. കൈകളിൽ മുഖം പൂഴ്ത്തി കരഞ്ഞു. എന്തിനാണ് അവൻ കരയുന്നത്? വായുവിൽ വാലുയർത്തി പിടിച്ച് ഓടിയെടുത്ത ഒരു പല്ലി ചോദിച്ചു. അതെ അതെ, എന്തിനാണ് അയാൾ കരയുന്നത്? ഒരു സൂര്യകിരണത്തെ എത്തിപ്പിടിക്കാൻ പറന്നെടുത്ത ചിത്രശലഭൻ ചോദിച്ചു. ഡെയ്സി തൻ്റെ അയൽക്കാരനോട് മൃദുവായ താഴ്ന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. ഞാനും ആശ്ചര്യപ്പെടുകയാണ്. എന്തിനാണ് അയാൾ കരയുന്നത്? ഒരു ചുവന്ന റോസാപ്പൂവിനായാണ് അയാൾ കരയുന്നത്, രാപ്പാടി പറഞ്ഞു. ഒരു ചുവന്ന റോസാപ്പൂവിനായി? അവർ അമ്പരന്നു. എത്ര വിചിത്രമായ കാര്യം! വിചിത്ര രീതിയിൽ പെരുമാറുന്ന ആ പല്ലി ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നാൽ രാപ്പാടിക്ക് വിദ്യാർത്ഥിയുടെ ദുഃഖത്തിന്റെ രഹസ്യം മനസ്സിലായി. പ്രണയത്തിന്റെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആ ഓക്കുമരത്തിൽ നിശബ്ദയായി അവൾ ഇരുന്നു. പെട്ടെന്ന് അവൾ പറക്കാനായി തവിട്ട് നിറമുള്ള അവളുടെ ചിറകുകൾ വിടർത്തി വായുവിലേക്ക് പറന്നുയർന്നു.
ഒരു നിഴൽ കണക്കെ അവൾ പൂന്തോട്ടത്തിന് മുകളിലൂടെ പറന്നു. ഒരു നിഴൽ കണക്കെ അവൾ തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. പുൽത്തകിടിയുടെ മധ്യത്തിൽ മനോഹരമായ ഒരു റോസാച്ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾ പറന്നു താന്ന് അതിൻ്റെ ഒരു ശിഖരത്തിലിരുന്നു. എനിക്കൊരു ചുവന്ന റോസാപ്പൂ തരാമോ? അവൾ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള ഗാനം പാടിത്തരാം. പക്ഷേ റോസാച്ചെടി തലയാട്ടി. എൻ്റെ റോസാപ്പൂക്കൾ വെളുത്തതാണ്, അത് മറുപടി പറഞ്ഞു. കടലിലെ നുര പോലെ വെളുത്തത്, പർവ്വതത്തിലെ മഞ്ഞിനേക്കാൾ വെളുത്തത്. പക്ഷേ ആ പഴയ സൺഡയലിന് ചുറ്റും വളരുന്ന എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകൂ. ഒരുപക്ഷെ അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. ആ പഴയ സൂര്യഘടികാരത്തിന് ചുറ്റും വളർന്നു നിൽക്കുന്ന റോസാമരത്തിന്റെ അടുത്തേക്ക് രാപ്പാടി പറന്നു. എനിക്കൊരു ചുവന്ന റോസാപ്പൂ തരാമോ? അവൾ കെഞ്ചി. എൻ്റെ ഏറ്റവും മധുരമുള്ള ഗാനം ഞാൻ നിനക്ക് വേണ്ടി പാടാം. പക്ഷെ മരം തലയാട്ടി. എൻ്റെ റോസാപ്പൂക്കൾ മഞ്ഞയാണ്, അത് മറുപടി പറഞ്ഞു. ആംബർ സിംഹാസനത്തിലിരിക്കുന്ന മത്സ്യകന്യകയുടെ മുടി പോലെ മഞ്ഞയാണ്. തോട്ടക്കാരൻ കത്രികയുമായി വന്ന് കത്രിക്കുന്നതിന് മുമ്പ് പുൽമേടിൽ വിരിഞ്ഞു നിൽക്കുന്ന ഡഫോഡിൽ പുഷ്പങ്ങളെക്കാൾ മഞ്ഞയാണ്. പക്ഷേ വിദ്യാർത്ഥിയുടെ ജനാലയ്ക്കരിയിൽ വളരുന്ന എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകും. ഒരു പക്ഷേ അവൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. അവൻ വിദ്യാർത്ഥിയുടെ ജനാലയ്ക്കടിയിൽ വളരുന്ന റോസാമരത്തിൻ്റെ അടുത്തേക്ക് പറന്നു. എനിക്ക് ഒരു ചുവന്ന റോസാപ്പൂ തരുമോ? അവൾ കെഞ്ചി ചോദിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള ഗാനം നിനക്ക് വേണ്ടി പാടാം. പക്ഷെ മരം തലയാട്ടി. എൻ്റെ റോസാപ്പൂക്കൾ ചുവപ്പാണ്, അത് മറുപടി പറഞ്ഞു. മാടപ്രാവിൻ്റെ കാലുകൾ പോലെ ചുവപ്പ്, വിശാലമായ സമുദ്രത്തിൽ ആടിയുലയുന്ന പവിഴപ്പുറ്റുകളേക്കാൾ ചുവപ്പ്. പക്ഷേ ശൈത്യം എൻ്റെ സിരകളെ തണുപ്പിച്ചു. മഞ്ഞ് എൻ്റെ മുട്ടുകളെ കടിച്ചു കീറി. കൊടുങ്കാറ്റ് എൻ്റെ ശാഖകളെ ഒടിച്ചു. ഈ വർഷം എനിക്ക് റോസാപ്പൂക്കൾ ഉണ്ടാകില്ല. ഒരു ചുവന്ന റോസാപ്പൂവ്, ഒരു ചുവന്ന റോസാപ്പൂവ് മാത്രമേ എനിക്ക് വേണ്ടൂ, രാപ്പാടി കെഞ്ചി. ഒരു ചുവന്ന റോസാപ്പൂവ് എനിക്ക് ലഭിക്കാൻ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്, മരം ഉത്തരം പറഞ്ഞു. പക്ഷേ അത് വളരെ ഭയാനകമാണ്. എനിക്ക് അത് നിങ്ങളോട് പറയാൻ ധൈര്യമില്ല. എന്നോട് പറയൂ, രാപ്പാടി പറഞ്ഞു. എനിക്ക് ഭയമില്ല. നിനക്ക് ഒരു ചുവന്ന റോസാപ്പൂ വേണമെങ്കിൽ, മരം പറഞ്ഞു, നീ അത് ചന്ദ്രപ്രകാശത്തിൽ പാട്ടുപാടി പണിതുയർത്തണം. എന്നിട്ട് നിന്റെ ഹൃദയരക്തം കൊണ്ട് അതിന് നിറം പകരുകയും വേണം. എൻ്റെ ഒരു മുള്ളിനോട് നിന്റെ നെഞ്ച് ചേർത്ത് വെച്ച് നീ പാടണം. രാത്രി മുഴുവൻ നീ പാടണം. മുള്ള് നിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറണം. നിന്റെ ജീവരക്തം എൻ്റെ സിരകളിലേക്കൊഴുകി എൻ്റേതായി മാറണം. ഒരു ചുവന്ന റോസാപ്പൂവിന് മരണം വലിയൊരു വിലയാണ്, രാപ്പാടി പറഞ്ഞു. ജീവിതം എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. പച്ചക്കാടുകളിൽ സ്വർണരഥത്തിൽ സൂര്യനെയും മുത്തുരഥത്തിൽ ചന്ദ്രനെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ സുഖകരമാണ്. ഹാത്തോൺ പുഷ്പത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നത് വളരെ മധുരതരമാണ്. എന്നാലും പ്രണയം ജീവിതത്തെക്കാൾ മികച്ചതാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പക്ഷിയുടെ ഹൃദയത്തിന് എന്ത് വില? അവൾ ഒരു തീരുമാനമെടുത്തു. പറക്കാനായി തവിട്ട് നിറത്തിലുള്ള ചിറകുകൾ വിരിച്ചു. വായുവിലേക്ക് അവൾ പറന്നുയർന്നു. അവൾ ഒരു നിഴൽ പോലെ പൂന്തോട്ടത്തിൻ്റെ മുകളിലൂടെ പറന്നു. ഒരു നിഴൽ പോലെ അവൾ തോട്ടത്തിലൂടെ സഞ്ചരിച്ചു. ആ യുവ വിദ്യാർത്ഥി അപ്പോഴും പുൽത്തകിടിയിൽ തന്നെ കിടക്കുകയായിരുന്നു. അവൻ്റെ മനോഹരമായ കണ്ണുകളിൽ കണ്ണുനീർ അപ്പോഴും വറ്റിയിരുന്നില്ല. സന്തോഷമായിരിക്കൂ, രാപ്പാടി വിളിച്ചു പറഞ്ഞു. നീ സന്തോഷിക്കൂ, നിന്റെ ചുവന്ന റോസാപ്പൂ നിനക്ക് ലഭിക്കും. ചന്ദ്രികാ ചർച്ചിതമായ രാവിൽ സംഗീതത്തിൽ ഞാനത് നിർമ്മിക്കും. അതിനുശേഷം എൻ്റെ ഹൃദയരക്തം കൊണ്ട് അതിനെ ചെഞ്ചായം പൂശും. പകരം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് നീ ഒരാത്മാർത്ഥ കാമുകനായിരിക്കുക എന്നത് മാത്രമാണ്. കാരണം സ്നേഹം തത്വചിന്തയേക്കാൾ വിവേകമുള്ളതാണ്. സ്നേഹത്തിൻ്റെ ചിറകുകൾക്ക് ജ്വാലയുടെ നിറമാണ്. അവൻ്റെ ചുണ്ടുകൾ തേൻ പോലെ മധുരമുള്ളതാണ്. അവൻ്റെ ശ്വാസം കുന്തിരിക്കം പോലെ സുഗന്ധവാഹിയാണ്. പുൽത്തകിടിയിൽ നിന്ന് വിദ്യാർത്ഥി മുകളിലേക്ക് നോക്കി ശ്രദ്ധിച്ചു. പക്ഷേ രാപ്പാടി പറഞ്ഞതൊന്നും അവന് മനസ്സിലായില്ല. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ല രാപ്പാടി അവനോട് പറയുന്നത്. അവന് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവൂ. പക്ഷെ ഓക്കുമരത്തിനത് മനസ്സിലായി.
അത് സങ്കടപ്പെട്ടു. കാരണം അതിൻ്റെ ശാഖകളിൽ കൂടുണ്ടാക്കിയ കൊച്ചു രാപ്പാടിയെ അവൻ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവസാനമായി ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടൂ, അവൻ രാപ്പാടിയോട് മന്ത്രിച്ചു. നീ പോകുമ്പോൾ എനിക്ക് വളരെ കടുത്ത ഏകാന്തത അനുഭവപ്പെടും. അങ്ങനെ രാപ്പാടി ഓക്കുമരത്തിനു വേണ്ടി പാടി. ഒരു വെള്ളിപ്പാത്രത്തിൽ നിന്ന് ജലം നിർദ്ധരിക്കുന്നത് പോലെ മനോഹരമായിരുന്നു അവളുടെ ശബ്ദം. അവൾ പാട്ട് പൂർത്തിയാക്കിയപ്പോൾ വിദ്യാർത്ഥി എഴുന്നേറ്റു. പോക്കറ്റിൽ നിന്ന് ഒരു നോട്ട്ബുക്കും ഒരു ലെഡ് പെൻസിലും അയാൾ പുറത്തെടുത്തു. അയാൾ തൻ്റെ ഡയറിയിൽ കുറിച്ചു. ആ രാപ്പാടി മിക്ക കലാകാരന്മാരെയും പോലെയാണ്. അവൾ സംഗീതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. കലകൾ സ്വാർത്ഥമാണെന്ന് എല്ലാവർക്കും അറിയാം. അവളുടെ ശബ്ദത്തിൽ ചില മനോഹരമായ സ്വരങ്ങളുണ്ടെന്ന് സമ്മതിക്കാം. പക്ഷെ അവയ്ക്ക് അർത്ഥമൊന്നുമില്ല. അവൻ തൻ്റെ മുറിയിലേക്ക് പോയി തൻ്റെ ചെറിയ പലകക്കെട്ടിലിൽ കിടന്ന് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. ആകാശത്ത് ചന്ദ്രൻ പ്രകാശിച്ചപ്പോൾ രാപ്പാടി റോസാച്ചെടിയുടെ അടുത്തേക്ക് പറന്നുയർന്ന് അതിൻ്റെ ശരീരം മുള്ളിനോട് ചേർത്ത് വെച്ചു. രാത്രി മുഴുവൻ അവൾ നെഞ്ച് മുള്ളിനോട് ചേർത്ത് പാടി. തണുത്ത സ്ഫടിക ചന്ദ്രൻ ആകാശത്ത് നിന്ന് താഴേക്ക് ചാഞ്ഞ് ആ പാട്ട് ശ്രവിച്ചു. രാത്രി മുഴുവൻ അവൾ പാടി. മുള്ള് അവളുടെ നെഞ്ചിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി. അവളുടെ ജീവരക്തം അവളിൽ നിന്ന് റോസാച്ചെടിയിലേക്ക് ഒഴുകി. ഒരാൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഹൃദയത്തിൽ പ്രണയം ജന്മമെടുക്കുന്നതിനെ കുറിച്ചാണ് അവൾ ആദ്യം പാടിയത്. റോസാമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശാഖയിൽ അത്ഭുതകരമായ ഒരു റോസാപ്പൂ വിരിഞ്ഞു. പാട്ടിന് പിന്നാലെ ഒരിതൾ, പിന്നെ ഇതളുകൾ ഇതളുകളായി. ആദ്യം അത് നദിക്ക് മുകളിൽ തങ്ങി നിൽക്കുന്ന മൂടൽ മഞ്ഞ് പോലെ വിളറിയതായിരുന്നു. പ്രഭാതത്തിന്റെ പാദങ്ങൾ പോലെ വെളുത്തതും പ്രഭാതത്തിന്റെ ചിറകുകൾ പോലെ ശുഭ്രവുമായിരുന്നു. വെള്ളിക്കണ്ണാടിയിൽ കാണുന്ന റോസാപ്പൂവിന്റെ നിഴൽ പോലെ, ഒരു ജലാശയത്തിൽ കാണുന്ന റോസാപ്പൂവിന്റെ നിഴൽ പോലെ. മരത്തിന്റെ ഏറ്റവും മുകളിലെ ശാഖയിൽ വിരിഞ്ഞ ആ റോസാപ്പൂ അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ മരം രാപ്പാടിയോട് മുള്ളിനോട് കൂടുതൽ അടുക്കാൻ നിലവിളിച്ചു. കൂടുതൽ അമർത്തു രാപ്പാടി, മരം വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ റോസാപ്പൂ പൂർത്തിയാവുന്നതിന് മുമ്പ് പ്രഭാതം ഇങ്ങെത്തും. അങ്ങനെ അവൾ മുള്ളിനോട് കൂടുതൽ അടുത്തു. കൂടുതൽ ഉച്ചത്തിൽ അവളുടെ പാട്ട് വളർന്നു. കാരണം അവൾ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ആത്മാവിൽ അഭിനിവേശം ജന്മമെടുക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ പാടിയത്. റോസാപ്പൂവിന്റെ ഇലകളിൽ പിങ്ക് നിറത്തിൽ ഒരു നേർത്ത പുഷ്പം വിടർന്നു വന്നു. വധുവിന്റെ ചുണ്ടുകളിൽ ചുംബിക്കുമ്പോൾ വരന്റെ മുഖത്തുണ്ടാകുന്ന അരുണിമ പോലെ. പക്ഷേ മുള്ള് അവളുടെ ഹൃദയത്തിലെത്തിയിരുന്നില്ല. അതിനാൽ റോസാപ്പൂവിന്റെ ഹൃദയം വെളുത്തതായി തന്നെ തുടർന്നു. കാരണം ഒരു രാപ്പാടിയുടെ ഹൃദയ രക്തത്തിന് മാത്രമേ ഒരു റോസാപ്പൂവിനെ ചുവപ്പിക്കാൻ കഴിയുമായിരുന്നു. ഹൃദയരക്തത്തിന് ഒരു റോസാപ്പൂവിന്റെ ഹൃദയത്തെ ചുവപ്പിക്കാൻ കഴിയും. ആ വൃക്ഷം രാപ്പാടിയോട് മുള്ളിനോട് കൂടുതൽ അമർത്താൻ നിലവിളിച്ചു. എൻ്റെ കുഞ്ഞെ, കൂടുതൽ ശക്തിയായി അമർത്തുക, റോസാച്ചെടി വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ റോസാപ്പൂ പൂർത്തിയാവുന്നതിന് മുമ്പ് പ്രഭാതം എത്തും. അങ്ങനെ അവൾ മുള്ളിനോട് കൂടുതൽ ശക്തമായി തന്റെ ശരീരത്തെ അമർത്തി. മുള്ള് അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഒരു കഠിനമായ വേദന അവളിലൂടെ തുളച്ചു കയറി. അസഹ്യവും കൈപ്പേറിയതുമായിരുന്നു വേദന. അവളുടെ ഗാനം കൂടുതൽ കൂടുതൽ വളർന്നു. കാരണം മരണത്താൽ പൂർണ്ണത പ്രാപിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും ശവകുടീരത്തിലും മരിക്കാത്ത അനുരാഗത്തെക്കുറിച്ചുമാണ് അവൾ പാടിയത്. ആ അത്ഭുതകരമായ റോസാപ്പൂ കിഴക്കൻ ആകാശത്തിലെ സൂര്യബിംബം പോലെ കടും ചുവപ്പായി. ദളങ്ങളുടെ അരക്കെട്ട് സിന്ദൂര വർണ്ണം പൂണ്ടു. മാണിക്യം പോലെ കടും ചുവപ്പ് നിറമായി റോസാപ്പൂവിന്റെ ഹൃദയം. എന്നാൽ രാപ്പാടിയുടെ ശബ്ദം മങ്ങി. ക്ഷീണവും തളർച്ചയും കൂടിക്കൂടി വന്നു. അവളുടെ പാട്ട് ഉച്ചത്തിലായി. അവളുടെ തൊണ്ടയിൽ എന്തോ ശ്വാസം മുട്ടുന്നത് പോലെ അവൾ അനുഭവിച്ചു. പിന്നെ അവൾ അവസാനമായി ഒരു സംഗീത നാദധാര ഒഴുക്കി. വെളുത്ത ചന്ദ്രൻ ആകാശത്ത് അത് കേട്ടു. അവൾ പ്രഭാതം മറന്ന് ആകാശത്ത് തന്നെ തങ്ങി നിന്നു. ചുവന്ന റോസാപ്പൂവും അത് കേട്ടു. അവൾ ആനന്ദത്താൽ നൃത്തം വെച്ചു. തണുത്ത പ്രഭാതവായുവിലേക്ക് അതിൻ്റെ ഇതളുകൾ തുറന്നു. അവളുടെ പാട്ടിന്റെ പ്രതിധ്വനി അകലെ വർണ്ണമുള്ള കുന്നുകളിൽ മറ്റൊലികൊണ്ടു. ഉറങ്ങിക്കിടന്ന ഇടയന്മാരെ അവരുടെ ഉറക്കൽ നിന്ന് അത് ഉണർത്തി. അവർ അതിന്റെ സന്ദേശം കടലിലേക്ക് കൊണ്ടുപോയി. നോക്കൂ നോക്കൂ, മരം വിളിച്ചു പറഞ്ഞു.
റോസാപ്പൂ ഇപ്പോൾ പൂർണ്ണമായി. പക്ഷേ രാപ്പാടി മറുപടിയൊന്നും പറഞ്ഞില്ല. കാരണം അവൾ നീളമുള്ള പുല്ലുകൾക്കിടയിൽ മരിച്ചു കിടക്കുകയായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു മുള്ള് തറഞ്ഞിരുന്നു. ഉച്ചയായപ്പോൾ വിദ്യാർത്ഥി തൻ്റെ ജനൽ തുറന്നു പുറത്തേക്ക് നോക്കി. എന്തൊരത്ഭുതകരമായ ഭാഗ്യം! അയാൾ വിളിച്ചു പറഞ്ഞു. ഇതാ ഒരു ചുവന്ന റോസാപ്പൂവ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ മനോഹരമായ ഒരു റോസാപ്പൂവിനെ ഞാൻ കണ്ടിട്ടില്ല. അയാൾ കുനിഞ്ഞ് അത് പറിച്ചെടുത്തു. പിന്നെ അയാൾ തൻ്റെ തൊപ്പി ധരിച്ച് പൂവുമായി പ്രൊഫസറുടെ വീട്ടിലേക്ക് ഓടി. പ്രൊഫസറുടെ മകൾ വാതുക്കൽ ഒരു നീലപ്പട്ട് ഒരു റീലിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ചെറിയ നായ അവളുടെ കാൽക്കൽ തന്നെ കിടന്നിരുന്നു. ഞാൻ നിനക്കൊരു ചുവന്ന റോസാപ്പൂ കൊണ്ടുവന്നാൽ നീ എന്നോടൊപ്പം നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞു. വിദ്യാർത്ഥി വിനീതമായി പറഞ്ഞു. ഇതാ ലോകത്തിലെ ഏറ്റവും ചുവന്ന റോസാപ്പൂവ്. ഇന്ന് രാത്രി നീ ഇത് നിന്റെ ഹൃദയത്തിൻ്റെ അടുത്തായി ധരിക്കും. നമ്മൾ ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അത് നിന്നോട് പറയും. പക്ഷെ പെൺകുട്ടി മുഖം ചുളിച്ചു. എൻ്റെ വസ്ത്രവുമായി അതിൻ്റെ നിറം പൊരുത്തപ്പെടില്ല, അവൾ പറഞ്ഞു. മാത്രമല്ല, ചേംബർലൈൻ്റെ അനന്തരവൻ എനിക്ക് കുറെ മികച്ച ആഭരണങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. ആഭരണങ്ങൾക്ക് പൂക്കളേക്കാൾ വില കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥി സ്തബ്ധനായിപ്പോയി. ശരി, എൻ്റെ അഭിപ്രായത്തിൽ നീ അങ്ങേയറ്റം നന്ദി കെട്ടവളാണ്, വിദ്യാർത്ഥി ദേഷ്യത്തോട് പറഞ്ഞു. അയാൾ റോസാപ്പൂവിനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. അത് അവിടെ ഓടയിൽ വീണു. വഴിയാത്രക്കാരുടെ ചുവടുകൾ അതിനെ ചവിട്ടി അരച്ച് അതിന് മുകളിലൂടെ കടന്നുപോയി. നന്ദി കെട്ടവൾ, പെൺകുട്ടി പുച്ഛത്തോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, നീ വളരെ പരുഷനായ വ്യക്തിയാണ്. എല്ലാത്തിനുമുപരി നീ ആരാണ്? ഒരു വിദ്യാർത്ഥി മാത്രം. ചേംബർലൈൻ്റെ അനന്തരവൻ അവൻ്റെ ഷൂസിൽ ധരിച്ചിരിക്കുന്ന വെള്ളി ബക്കിളുകൾ പോലും നിനക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വീടിനകത്തേക്ക് കയറിപ്പോയി. എന്തൊരു മണ്ടത്തരമാണ് സ്നേഹം! തിരിഞ്ഞു നടക്കുമ്പോൾ വിദ്യാർത്ഥി തനിയെ പറഞ്ഞു. അതിന് ലോജിക്കിൻ്റെ പകുതി വില പോലുമില്ല. കാരണം അതൊന്നും തെളിയിക്കുന്നില്ല. അതെല്ലാം ഇപ്പോഴും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സത്യമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇത് തികച്ചും അപ്രായോഗികമാണ്. ഈ യുഗത്തിൽ പ്രായോഗികതയ്ക്കാണ് വില. അതിനാൽ ഞാൻ തത്വചിന്തയിലേക്ക് മടങ്ങുകയും അതിഭൗതിക ശാസ്ത്രം പഠിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അയാൾ തൻ്റെ മുറിയിലേക്ക് മടങ്ങി പൊടി പിടിച്ച ഒരു വലിയ പുസ്തകം പുറത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. പ്രണയം തികച്ചും യുക്തിരഹിതമാണ്. തത്വചിന്തയാണ് ഏക ആശ്രയം.